ഓക്കെ, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഒരു വോയിസ് കൺട്രോൾഡ് കാറിൻ്റെ കോഡ് എങ്ങനെയാണ്, അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പാർട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ ബോർഡിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്, അതിൻ്റെ അകത്ത് വേണ്ട ലൈബ്രറി ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാർട്ട് വേണമെങ്കിൽ കാണാണ്ടിരിക്കാം, കാരണം അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടാവില്ല. സാധാരണ എല്ലാവരും ചെയ്യുന്നത് ഇത് കണക്കൊരു വീഡിയോ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഇടും, കോഡ് ഡയറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും, നിങ്ങളത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സംഭവം വർക്കാവും. പക്ഷെ നമ്മൾ അത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കോഡും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് നിങ്ങളൊരു സംഭവം പഠിപ്പിച്ച് തരുമ്പോൾ അത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്കത് അതിൻ്റെ അകത്ത് നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ ഒരു കോഡ് ഉണ്ടെങ്കിൽ ആ കോഡ് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നും കൂടി പറഞ്ഞു തരണമെന്നൊരാഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കാണാണ്ടിരിക്കാൻ, എന്നിട്ട് മറ്റേ വീഡിയോ കണ്ട് ഡയറക്റ്റായിട്ട് ഉണ്ടാക്കി കോഡ് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് സംഭവം വർക്കാക്കാം. അപ്പോൾ നമുക്ക് നേരെ കോഡ് എക്സ്പ്ലെയിൻ പാർട്ടിലേക്കും അതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആർഡിനോയിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള കോഡ്. അപ്പോൾ ഈ ഒരു കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും, ഒരു ലിങ്ക് ആയിരിക്കും കൊടുത്തേക്കുന്നത്. ജസ്റ്റ് അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു ടെക്സ്റ്റ് ഫയലായിട്ട് ഞാൻ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടാവും, അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. ഈ ഒരു ആർഡിനോ ID അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഇപ്പോൾ ആർഡിനോ ഡ്രോയിഡ് മൊബൈൽ ആപ്ലിക്കേഷനാണെങ്കിൽ ആർഡിനോ ഡ്രോയിഡ് ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കോഡൊന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാം, ഇതിൻ്റെ അകത്ത് സോഫ്റ്റ്വെയർ serial.h എന്ന് പറയുന്ന ഒരു ലൈബ്രറി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ BT0,1 എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു ബ്ലൂടൂത്ത് ഡിവൈസ്, ഈ ബ്ലൂടൂത്ത് മൊഡ്യൂൾ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന 01 എന്ന് പറയുന്ന ഒരു RXഉം TXഉം ആയിട്ടുള്ള പിന്നിലേക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതാണ് ഇവിടെ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ട്രിങ് റീഡ് വോയിസ്, അത് സ്ട്രിങ് ആയിട്ട് സേവ് ചെയ്യാൻ, അതായത് ഒരു വേർഡ് ആണല്ലോ നമ്മൾ പറയുന്നത്, അത് സേവ് ചെയ്യാനായിട്ടാണ് റീഡ് വോയിസ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമ്മുടെ മോട്ടർ പിൻസുകളാണ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. LMP, LMN, RMP, RMN എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് മോട്ടർ പോസിറ്റീവ് നെഗറ്റീവ് ഞാൻ ജസ്റ്റ് എടുക്കുന്നേ ഉള്ളൂ. അത് നമ്മുടെ മുൻപോട്ട് പോകുന്നതിന് LMP പോസിറ്റീവും LMN നെഗറ്റീവും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മോട്ടർ മുമ്പോട്ട് നീങ്ങുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ 4 പിൻസ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അത് 3, 4, 5, 6 എന്ന് പറയുന്ന പിൻസിലേക്കാണ് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ കാണാം പിൻ മോഡ്, LMP ഔട്ട്പുട്ട്, LMN ഔട്ട്പുട്ട്, RMP ഔട്ട്പുട്ട്, RMN ഔട്ട്പുട്ട്. അതായത് നമ്മുടെ ഈ ഒരു മോട്ടോർ പിന്നെല്ലാം നമ്മുടെ ആർഡിനോയിൽ നിന്ന് ഡേറ്റ എടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആർഡിനോയിൽ നിന്ന് വരുന്ന ഡേറ്റ സ്വീകരിച്ച് അതിനനുസരിച്ചുള്ളൊരു ഔട്ട്പുട്ട് പെർഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പിൻസ് എല്ലാം എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനിയുള്ളതാണ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ, അതായത് നമ്മുടെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇനി വരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ BT അവൈലബിൾ ആയിരിക്കുമ്പോൾ നമുക്ക് ക്യാരക്ടർ റീഡ് ചെയ്യണം. അതായത് നമ്മുടെ ബ്ലൂടൂത്തിൽ നിന്ന് വരുന്ന ആ ഒരു ഡാറ്റ റീഡ് ചെയ്തിട്ട് അത് റീഡ് വോയിസ് എന്ന് പറയുന്നതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന കുറച്ച് വേർഡ്സാണ്, അതായത് ഈ ഒരു സ്പെസിഫിക് വേർഡ് വന്നാൽ മാത്രമേ ഈ ഒരു ഡിവൈസ് പ്രവർത്തിക്കൂ. അതായത് നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന ഫോർവേഡിനുള്ള ഒരു ആക്ഷനാണ്. അപ്പോൾ ഫോർവേഡ് എന്ന് പറയുന്ന ഒരു ആക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇഫ് റീഡ് വോയിസ് ഈക്വൽ ടു ഫോർവേഡ്, അങ്ങനെ ഒരു ആക്ഷൻ, ഫോർവേഡ് എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ ആ ഒരു ഡിവൈസ്, അതായത് നമ്മുടെ മൊബൈലിലാണല്ലോ പറയുന്നത്. അപ്പോൾ ആ മൊബൈലിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിലേക്ക്, ഈ ഒരു ആർഡിനോയിലേക്ക് ആ ഒരു ഡാറ്റ സെൻഡ് ചെയ്തിട്ട് അത് റീഡ് വോയിസിലേക്ക് സേവ് ആവും. അപ്പോൾ ഈ റീഡ് വോയിസിലേക്ക് സേവ് ആയി കഴിയുമ്പോൾ ഇത് റീഡ് വോയിസ് ഫോർവേഡ്, അത് രണ്ട് റീഡ് വോയിസും ഫോർവേഡ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഒരു ഫംഗ്ഷനാണ് നമ്മുടെ ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ഈ ഒരു മോട്ടർ മുമ്പോട്ട് ചലിക്കാനുള്ള ഒരു ഓപ്പറേഷൻ വരും. ലെഫ്റ്റ് മോട്ടർ പോസിറ്റീവ് ഹൈയും ലെഫ്റ്റ് മോട്ടർ നെഗറ്റീവ് ലോയോ, അതായത് ലെഫ്റ്റ് സൈഡിലുള്ള മോട്ടർ ഫോർവേഡ് റൺ ചെയ്യും, റൈറ്റ് മോട്ടറും ഫോർവേഡ് റൺ ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞ കണക്ക് തന്നെ ഈ കോഡ് ബാക്കിയുള്ളതും പ്രോഗ്രാം ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ്. അതായത് നമ്മൾ മോട്ടറിൻ്റെ ഡയറക്ഷൻ നോക്കുക, അതിനനുസരിച്ച് ലെഫ്റ്റും റൈറ്റ്, അതായത് ലെഫ്റ്റിലേക്കാണ് നമ്മുടെ റോബോട്ട് മൂവ് ചെയ്യേണ്ടതെങ്കിൽ റൈറ്റ് സൈഡിലുള്ള മോട്ടർ ഫോർവേഡ് റൺ ചെയ്യിക്കുക, ലെഫ്റ്റ് സൈഡിലുള്ള ഇതാക്കുക. അത് കണക്ക് തന്നെ റൈറ്റ് സൈഡിലേക്കാണ് മൂവ് ചെയ്യേണ്ടതെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള മോട്ടർ ഫോർവേഡ് റൺ ചെയ്യിക്കുക, റൈറ്റ് സൈഡ് നിർത്തിയിടുക. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കോഡ് മുഴുവനായിട്ട് ചെയ്യുന്നത്. കമ്പൈൽ ചെയ്യുക,
കമ്പൈൽ ചെയ്ത് കഴിയുമ്പോൾ വല്ല എററും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണിക്കും. അപ്പോൾ എറർ എന്താണെന്ന് നോക്കിയിട്ട് തിരുത്താൻ പറ്റുന്നതാണെങ്കിൽ തിരുത്താല്ലേ, ജസ്റ്റ് എനിക്കൊന്ന് മെസ്സേജ് അയയ്ക്കുക. അതിനുശേഷം അപ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, നമ്മുടെ ആർഡിനോ ബോർഡ് കുത്തുക. അതിനുശേഷം നമ്മുടെ ഇവിടെ ടൂൾസിൻ്റെ അകത്ത് ബോർഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ പോർട്ട് നമുക്ക് ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇവിടെ അപ്ലോഡ് എന്ന് പറഞ്ഞ ഈ ഒരു ബട്ടൺ ഞെക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആർഡ്രീനോ ഡ്രോയിഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. ആ ആപ്ലിക്കേഷനിലേക്ക് ഞാൻ തന്ന ആ കോഡ് ജസ്റ്റ് കോപ്പി ചെയ്യുക. അപ്പോൾ കോഡിനെ കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കോഡ് കോപ്പി ചെയ്തതിന് ശേഷം നമുക്കിവിടെ കുറച്ച് ആഡിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് ഈ ആപ്ലിക്കേഷൻ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്താൽ മതി. അതിനുശേഷം മുകളിലായിട്ട് നമുക്ക് സേവ് ബട്ടൺ ഉണ്ടോ, ഒന്ന് സേവ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ഐക്കണാണ് നമ്മുടെ കമ്പൈൽ ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ തൊട്ടപ്പുറം അപ്ലോഡ് ബട്ടൺ കിട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബോർഡ് ടൈപ്പ്, അതായത് നമ്മുടെ ആർഡിനോ ഡ്രോയിഡ് ആണോ, ആർഡിനോ നാനോയാണോ, മെഗയാണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ അവിടെ ആ സൈഡിലുള്ള 3 കുത്തി ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിൻ്റെ അകത്ത് ബോർഡുണ്ട്, ബോർഡിൻ്റെ അകത്ത് ആർഡിനോ ഉണ്ട്. ആർഡിനോൻ്റെ അകത്ത് കുറേ ടൈപ്പ് ബോർഡ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ യൂനോ ബോർഡാണ്, അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒന്നും കൂടി കമ്പൈൽ ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ബോർഡ് കുത്തിയിട്ടില്ല. ബോർഡ് കുത്താനായിട്ടൊരു OTG വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ബോർഡ് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, ആവശ്യമുള്ളവർ പോയി ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കിയത് എങ്ങനെയാണ് ഈ ഒരു കോഡ് വർക്ക് ചെയ്യുന്നത്, പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഈ ലൈബ്രറി, ബ്ലൂടൂത്തിൻ്റെ ലൈബ്രറി ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, നമ്മുടെ ഫോണിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ലാപ്ടോപ്പ് ഉള്ളവർക്ക് അതിൻ്റെ അകത്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു 3-4 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കിയത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരെ ഇറ്റ്സ് മീ അജിത് V Anil സൈനിങ് ഔട്ട്.